ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സി പുതുതായി 9 തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ 6 ജനറൽ നോട്ടിഫിക്കേഷൻസും ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെൻറ്റിൽ 3 ജനറൽ നോട്ടിഫിക്കേഷൻസും പുറത്തിറക്കിയിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ നോട്ടിഫിക്കേഷനും വിശദമായി നോക്കാം. സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്ന 6 ജനറൽ നോട്ടിഫിക്കേഷൻസ് ആദ്യം നോക്കാം. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ കമ്പനി സെക്രട്ടറി തസ്തികയാണ്. കാറ്റഗറി നമ്പർ 376/2025. ശമ്പള സ്കെയിൽ പറയുന്നത് 95,600 തൊട്ട് 1,53,200 വരെ. നമ്പർ ഓഫ് വേക്കൻസി 1 കൊടുത്തിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന ഡേറ്റ് ആണ് 19/11/2025. 2025 നവംബർ 19 വരെ. ഈ തസ്തികയിലേക്ക് കൊടുത്തിരിക്കുന്ന ഏജ് ലിമിറ്റ് 18 മുതൽ 45 വയസ്സ് വരെയാണ്. 2/1/1980 1/1/2007 ഡേറ്റിൻ്റെ ഉള്ളിലുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. കേരള VHSEയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ. കാറ്റഗറി നമ്പർ 377/2025. ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 19, 2025. ഇവിടെ ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് 77,200 തൊട്ട് 1,40,40,500 വരെയാണ്. ഒഴിവുകളുടെ എണ്ണം 1. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഏജ് ലിമിറ്റ് 42 to 50 വയസ്സാണ്. 1975 ജനുവരി 2 1983 ജനുവരി 1 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അടുത്ത പോസ്റ്റ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. കാറ്റഗറി നമ്പർ 379/2025. 2025 നവംബർ 19 വരെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശമ്പള സ്കെയില് 39,300 തൊട്ട് 83,000 വരെ. 2 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെ. 1989 ജനുവരി 2 2007 ജനുവരി 1 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അടുത്ത നോട്ടിഫിക്കേഷൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. കാറ്റഗറി നമ്പർ 380/2025. 2025 നവംബർ 19 വരെ ആപ്ലിക്കേഷൻ അയക്കാം. ശമ്പള സ്കെയില് 16,580 തൊട്ട് 55,005. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഒഴിവുകളുടെ എണ്ണം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 40 വയസ്സ് വരെ. 1985 ജനുവരി 2 2007 ജനുവരി 1 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി പറയുന്ന 2 നോട്ടിഫിക്കേഷൻസ് 382/2025 383/2025 എന്നീ 2 കാറ്റഗറിയായി തന്നിരിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആണ്. ആദ്യത്തെ കാറ്റഗറി KSFE, KSEB തുടങ്ങിയ ഫേമിലേക്കും രണ്ടാമത്തേത് KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് തുടങ്ങിയ ഫേമിലേക്കുമാണ്. അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ 382/2025 കാറ്റഗറി നമ്പർ. Name of the firm Kerala State Financial Enterprises Limited, Kerala State Electricity Board Limited, Kerala Minerals and Metal Limited, Caltron Limited, Kerala State Cashew Development Corporation, Malabar Cements Limited, Kerala State Handloom Development Corporation Limited, Kerala Agro Machinery Corporation Limited, Travancore Titanium Products, Kerala Land Development Corporation Limited, Development Authorities in Kerala, Caltron Component Complex, Kannur, Kerala Water Authority, Kerala Pollution Control Board, Kerala Forest Development Corporation Limited, Kerala State Civil Supplies Corporation, etc. നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ്, കാഷ്യർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ്, ജൂനിയർ ക്ലർക്ക്, എക്സെട്ര. സ്കെയിൽ ഓഫ് പേ നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. വിവിധ കമ്പനികളിലും ശമ്പള ഘടനയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36.
1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതേപോലെ ക്വാളിഫിക്കേഷൻ BA BSc BCom പറയുന്നു. BTech ഉള്ളവർക്ക് ഇക്വാലൻസി വെച്ച് അപ്ലൈ ആവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ 383/2025. ഇതും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനിൽ വരുന്നതാണ്. ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 19/11/2025 ആണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. നെയിം ഓഫ് ഫേംസ്: KSRTC കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ SC and ST ലിമിറ്റഡ്, കേരള ആർട്ടിസൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സിഡ്കോ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ, ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള ഹെഡ്ലോട്ട് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ്, കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്, കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ്, അതർ വെൽഫെയർ ഫണ്ട് ബോർഡ്സ്. നെയിം ഓഫ് പോസ്റ്റ്: ജൂനിയർ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, LD ക്ലർക്ക്, ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റൻറ്റ്, ഡിപ്പോട്ട് അസിസ്റ്റൻറ്റ് എക്സെട്ര. സ്കെയിൽ ഓഫ് പേ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പല കമ്പനീസിലും ശമ്പള ഘടനയിൽ വ്യത്യാസം ഉണ്ടാവും. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ് കാണിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വയസ്സ് വരെ. 1989 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്കാണ്. ഇതും ഡിഗ്രി ക്വാളിഫിക്കേഷനാണ്. BA BSc BCom ഡിഗ്രിയാണ് പറയുന്നത്. അതർ ഡിഗ്രീസ് BTech ഒക്കെ ഉള്ളവർ ഇക്വലൻസി വെച്ച് അപ്ലൈ ആവുന്നതാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഉള്ള പോസ്റ്റുകളായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെൻറ്റിൽ 3 ജനറൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അവ 3 ഒന്ന് നോക്കാം. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹൈസ്കൂൾ ടീച്ചറാണ്. കാറ്റഗറി നമ്പർ 384/2025. ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 19, 2025. ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഹൈസ്കൂൾ ടീച്ചർ, അറബിക്. സ്കെയിൽ ഓഫ് പേ 41,300 തൊട്ട് 87,000 വരെ. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. ഇടുക്കി ജില്ലയിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 40 വയസ്സ് വരെ. 1985 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അടുത്ത നോട്ടിഫിക്കേഷൻ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറാണ് തസ്തിക. കാറ്റഗറി നമ്പർ 386/2025. ഇതും ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 നവംബർ 19 വരെയാണ്. നെയിം ഓഫ് പോസ്റ്റ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറാണ്. സ്കെയിൽ ഓഫ് പേ 26,500 തൊട്ട് 60,700 വരെയാണ്. വേക്കൻസീസ് എല്ലാ ജില്ലകളും 14 ജില്ലകളിലും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കാണിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 21 തൊട്ട് 39 വയസ്സ് വരെയാണ്. 1986 ജനുവരി 2-നും 2004 ജനുവരി 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അറബിക്. കാറ്റഗറി നമ്പർ 388/2025. അതും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2025 നവംബർ 19. ഇവിടെ ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് 25,100 തൊട്ട് 57,900 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. വയനാട് ജില്ലയിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കാണിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 40 വയസ്സ് വരെ. അതായത് 1985 ജനുവരി 2-നും 2007 ജനുവരി 1-നും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും തുളസി പ്രൊഫൈലിൽ കയറി യോഗ്യതകൾക്ക് അടിസ്ഥാനമായുള്ള നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള അപ്ഡേഷൻസ് ഇനിയും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.